അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 139 സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. 139 സങ്കീർത്തനം 1 വാക്യം, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മെ ശോധന ചെയ്യും എന്നത് തീർച്ചയാണ്. എന്നാൽ ദോഷങ്ങളാൽ നമ്മെ ദൈവം പരീക്ഷിക്കുകയില്ല. യാക്കോബിന്റെ ലേഖനം 1 അധ്യായം 13 വാക്യത്തിൽ, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നാം വിശ്വസ്തരാണോ എന്ന് ദൈവം ശോധന ചെയ്യും എന്ന് 44 സങ്കീർത്തനം 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവന് ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. 44 സങ്കീർത്തനം 21 വാക്യമാണ് നാം കേട്ടത്. ദൈവം ശോധന ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മനുഷ്യൻ്റെ പ്രവൃത്തികൾ ദൈവം ശോധന ചെയ്യും. പുറപ്പാട് പുസ്തകം 16 അധ്യായം 4 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. പുറപ്പാട് പുസ്തകം 16 അധ്യായം 16 വാക്യത്തിൽ ആളൊന്നിന് ഇടങ്ങഴി വീതം മന്ന പെറുക്കുവാനാണ് യഹോവ കൽപ്പിച്ചത്. പുറപ്പാട് പുസ്തകം 16 അധ്യായം 17 വാക്യത്തിൽ ചിലർ ഏറെയും ചിലർ കുറവും പെറുക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 16 അധ്യായം 18 വാക്യത്തിൽ അവർ മന്ന അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറവ് പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 16 അധ്യായം 19 20 വാക്യങ്ങളിൽ പിറ്റന്നാളേക്ക് ആരും ശേഷിപ്പിക്കരുത് എന്ന് യഹോവ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 16 അധ്യായം 20 വാക്യത്തിൽ ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളിലേക്ക് കുറെ ശേഷിപ്പിച്ചു, അത് ക്രമിച്ചു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ പല കാര്യങ്ങളിൽ ദൈവത്തോട് ജനം പ്രവൃത്തികളാൽ അനുസരണക്കേട് കാണിച്ചു. പുറപ്പാട് പുസ്തകം 16 അധ്യായം 28 വാക്യത്തിൽ യഹോവ മോശയോട് പറയുകയാണ്: എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും. നാം ഇപ്പോൾ കേട്ട കാര്യങ്ങളിലെല്ലാം കർത്താവ് ജനത്തെ ശോധന ചെയ്യുകയായിരുന്നു. ദൈവം നമ്മുടെ വാക്കുകൾ ശോധന ചെയ്യും. മലാക്കി പ്രവചനം 3 അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. മലാക്കി പ്രവചനം 3 അധ്യായം 16 വാക്യത്തിൽ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ഭക്തന്മാർ എന്തായിരുന്നു തമ്മിൽ തമ്മിൽ സംസാരിച്ചത് എന്ന് മലാക്കി പ്രവചനം 3 അധ്യായം 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം എന്നായിരുന്നു യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചത്. ഈ സംസാരമാണ് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടത്. അപ്രകാരം സംസാരിച്ച ഭക്തന്മാരുടെ വാക്കുകൾ യഹോവ ശോധന ചെയ്യുകയായിരുന്നു. അവരുടെ പേര് യഹോവ ഭക്തന്മാർ എന്നായിരുന്നു എങ്കിലും അവർക്ക് അല്പം പോലും ദൈവഭയമോ ദൈവത്തിലുള്ള വിശ്വാസമോ ഉണ്ടായിരുന്നില്ല എന്ന് യഹോവയ്ക്ക് മനസ്സിലായി. പിന്മാറ്റക്കാരായ ഈ യഹോവ ഭക്തന്മാരോട് കർത്താവ് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: യഹോവ ഭക്തന്മാർക്കും യഹോവയുടെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും എന്നായിരുന്നു. മലാക്കി പ്രവചനം 3 അധ്യായം 16 വാക്യത്തിൻ്റെ അവസാന ഭാഗം തുടങ്ങി 18 വാക്യത്തിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് നാം കേട്ടത്. ആ ഭക്തന്മാരുടെ വാക്കുകൾ യഹോവയ്ക്ക് പ്രസാദം തോന്നുന്ന വാക്കുകൾ ആയിരുന്നില്ല എന്ന് സാരം. യഹോവ ഭക്തന്മാരെന്നാൽ ദൈവഭയമുള്ളവനെന്നോ ദൈവകൽപ്പനകൾ ഓർത്തനുസരിക്കുന്നവനെന്നോ അർത്ഥമുണ്ട്. ദൈവകൽപ്പനകൾ അനുസരിക്കാത്തവരെയും ദൈവഭക്തന്മാരുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. നമുക്കെങ്ങനെ ദൈവഭക്തരായി തീരാം? ദൈവഭയമുള്ള വ്യക്തിയായി നമുക്കെങ്ങനെ തീരുവാൻ കഴിയുമെന്ന് ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ
അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ലവോദിക്ക സഭയ്ക്ക് മെസ്സേജ് കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ലവോദിക്ക സഭയിലെ വിശ്വാസികളോടും ആ സഭയിലെ വിശ്വാസികളെപ്പോലെ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവഭക്തരാണെന്ന് അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ സകല ജനത്തോടും യേശു പറയുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലാത്യ സഭയിലെ വിശ്വാസികൾ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ യേശു അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനായി കടന്നു ചെല്ലുകയും ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് യേശുവിൻ്റെ സ്വഭാവം ഉണ്ടാകുവാൻ അത് മുഖാന്തരമായി തീരുകയും ചെയ്യുമെന്ന് പൗലോസിനെ അറിയാമായിരുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുക, ഉടലെടുക്കുക, കടന്നു വരിക, ജനിക്കുക എന്നെല്ലാമാണ്. ചുരുക്കി പറഞ്ഞാൽ നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് വീണ്ടും ജനിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും, അഥവാ നമ്മുടെ ഹൃദയത്തിൽ യേശു ഉരുവാകും. തന്നെയുമല്ല, യേശു നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തെ പോലെയാകും. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ലോകം തരുന്ന സന്തോഷമല്ല, രക്ഷയുടെ സന്തോഷമാണ് നമ്മിൽ ഉണ്ടാകുക. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ലോകം തരുന്ന സന്തോഷമാണോ അതോ രക്ഷയുടെ സന്തോഷമാണോ നാം അധികം ഇഷ്ടപ്പെടുന്നത്? രക്ഷയുടെ സന്തോഷം നമ്മുടെ ആത്മാവിലാണ് ലഭിക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ശ്രേഷ്ഠമായ സന്തോഷമാണ് രക്ഷയുടെ സന്തോഷം. ആ സന്തോഷം യേശുവിൻ്റെ ആത്മാവാണ് നമുക്ക് തരുന്നത്. ആ സന്തോഷമാണ് ശാശ്വത സന്തോഷം. ജീവനും മരണവും ജഡിക ഉല്ലാസവും രക്ഷയുടെ സന്തോഷവും അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇവയിൽ ഒന്നിനെ മാത്രമേ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയൂ. കാരണം രണ്ടിൻ്റെയും ഉടമസ്ഥർ രണ്ട് യജമാനന്മാരാണ്. ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവാണ്. രക്ഷയുടെ സന്തോഷം മാത്രമേ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരികയുള്ളൂ. മറ്റൊന്ന് സാത്താനാണ്. ജഡിക ഉല്ലാസത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും കുത്തക മുതലാളിയും യജമാനനുമാണവൻ. ജഡിക ഉല്ലാസം തിരഞ്ഞെടുക്കുന്നവർക്ക് നിത്യനരകവും രക്ഷയുടെ സന്തോഷം തിരഞ്ഞെടുക്കുന്നവർക്ക് യേശുവിനോടൊപ്പം നിത്യജീവനും സ്വന്തമാക്കുവാൻ കഴിയും. ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യും. ചില യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച് നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും ശോധന ചെയ്യും എന്ന് നാം ഓർക്കണം. ദൈവിക വിഷയങ്ങളിലുള്ള നമ്മുടെ മനോഭാവം യേശു മനസ്സിലാക്കുന്നുണ്ട്. ആകയാൽ നമുക്കും സങ്കീർത്തനക്കാരനെ പോലെ കർത്താവിനോട് പറയാം, കർത്താവ് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന്. 139-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും ദൈവം അറിയുന്നു എന്ന് സാരം. നമ്മുടെ ചിന്തകൾ ഇരിക്കുന്നത് ഉപബോധ മനസ്സിലാണ്. ബോധ മനസ്സിലേക്ക് ചിന്തകൾ വരുമ്പോൾ മാത്രമാണ് നാം പോലും മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ ഉപബോധ മനസ്സിൽ ഇരിക്കുന്നത് എന്ത് ചിന്തയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ദൈവാത്മാവിന് മാത്രമേ അത് വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയുള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ബോധ മനസ്സിലെയും ഉപബോധ മനസ്സിലെയും ചിന്തകൾ നീ അറിയുന്നു. പത്രോസിനോട് യേശു ചോദിച്ചു, നീ ഇവരിൽ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിൻ്റെ ബോധ മനസ്സിലുള്ള കാര്യമേ പത്രോസിന് അറിയൂ. എന്നാൽ അവൻ്റെ ഉപബോധ മനസ്സ് അപ്പോഴും പിന്മാറ്റ അവസ്ഥയിലും ഭയപ്പാടിലുമായിരുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നു. മർക്കോസിൻ്റെ മാളിക മുറിയിൽ വെച്ച് ലഭിച്ച ഉയരത്തിലെ ശക്തിയായ യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമാണ് പത്രോസിൻ്റെ പിന്മാറ്റ അവസ്ഥയും ഭയവും നീക്കിക്കളഞ്ഞത്. ബോധമനസ്സും ഉപബോധ മനസ്സും അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആയതിനാൽ ധൈര്യത്തോടെ നമുക്ക് കർത്താവിനോട് പറയാം. ധൈര്യത്തിൻ്റെയും
യഹോവ ഭക്തിയുടെയും ആത്മാവിനെ ഞങ്ങൾക്ക് തരയണമേ എന്ന്. 139 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ചില വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. എൻ്റെ നടപ്പ്, എൻ്റെ വഴി നിനക്ക് മനസ്സിലായിരിക്കുന്നു എന്നിവയാണവ. ഇവിടെ നടപ്പ് എന്നതുകൊണ്ട് ഹാബിറ്റ് അഥവാ ലൈഫ് സ്റ്റൈൽ എന്നും, വഴി എന്നതുകൊണ്ട് ചോയ്സസ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ എന്നും, നിനക്ക് മനസ്സിലായിരിക്കുന്നു എന്നത് വിലയിരുത്തുക അല്ലെങ്കിൽ ഈവാലുവേറ്റ് ചെയ്യുക എന്നും അർത്ഥം കൊടുക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ ജീവിത രീതി, നാം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം ദൈവം ഈവാലുവേറ്റ് ചെയ്യും എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുകയും തൻ്റെ ശത്രുക്കളെ അവനോട് ഇണക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് ഒരുത്തനിൽ പ്രസാദം തോന്നിയാൽ അവൻ ഇടയനാണെങ്കിലും അവന് രാജാവാക്കും. ഒരുത്തനിൽ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല എങ്കിൽ അവൻ ഇനി രാജാവാണെങ്കിലും അവനെ പുല്ല് തിന്നുന്ന കഴുതയാക്കുവാനും ദൈവത്തിന് കഴിയും. അതിന് ഉദാഹരണമാണ് ദാവീദ് രാജാവും നെബൂഖദ്നേസർ രാജാവും. ആകയാൽ നമുക്കും ദൈവത്തിന് പ്രസാദം വരുമാറ് ഒരു വിശുദ്ധ ജീവിതം നയിക്കാം. പുതുപ്പണക്കാരനായ ഒരു കോടീശ്വരൻ വലിയൊരു വീട് പണിതു, മനോഹരമായൊരു പൂന്തോട്ടമുണ്ടാക്കി. ആ ദേശത്തെ ഏറ്റവും വലിയതും മനോഹരവുമായ ഒരു ബംഗ്ലാവ്, ആ വീട് കാണുവാൻ അനേകർ വന്നു. ആ ദേശത്തെ മറ്റൊരു കോടീശ്വരനും വന്നിരുന്നു. തൻ്റെ വീടിനേക്കാൾ വളരെ വലുതും മനോഹരവുമായ വീടും പൂന്തോട്ടവും സമയമെടുത്ത് നോക്കിക്കണ്ടു. ആ വ്യക്തിക്ക് നിരാശ തോന്നുന്ന ഒരു കാര്യം വീട് കാണുവാൻ വന്ന കോടീശ്വരൻ ശ്രദ്ധിച്ചു. മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ ഒരു വശത്തായി ഒരു കാളവണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. വീട് കാണുവാൻ വന്ന കോടീശ്വരൻ ചോദിച്ചു, എന്തിനാണ് ആ കാളവണ്ടി അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? പൂന്തോട്ടത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്നു. അത് പൂന്തോട്ടത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വീടിൻ്റെയും പൂന്തോട്ടത്തിൻ്റെയും ഉടമസ്ഥൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ എവിടെ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുവെന്ന് ഓർക്കുവാനാണ്. എൻ്റെ സമ്പത്തിൻ്റെ ആധിക്യത്താൽ ഞാൻ മതിമറന്ന് നിഗളിക്കുമ്പോൾ ഓടിച്ചെന്ന് എൻ്റെ കാലവണ്ടിയിൽ കയറിയിരിക്കും. നിഗളം പോയി കഴിയുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ കാലവണ്ടിയിൽ നിന്നും ഇറങ്ങുകയുള്ളൂ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും വീട് കാണുവാൻ വന്ന കോടീശ്വരൻ അമ്പരന്ന് പോയി. ദാവീദിൻ്റെ മുൻവാശക്കാരനായ ശൗൽ നിഗളിച്ച് നശിച്ചുപോയി. ദൈവത്തിൻ്റെ ദൂതൻ നിഗളിച്ച് സാത്താനായിത്തീർന്നു. അനുസരണക്കേട് കാണിച്ച് നാം ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ നമ്മെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നമുക്ക് തിരിഞ്ഞു നോക്കാം. നീതിയെ പിന്തുടരുന്നവർക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കും മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ. യെശയ്യാപ്രവചനം 51-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 139-ാം സങ്കീർത്തനം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും: നമുക്ക് കർത്താവിനെ വിട്ടുപോകുവാൻ കഴിയുകയില്ല. നാം ക്രൂശിനെ വിട്ട് ഓടിയാലും അവൻ്റെ സ്നേഹം നമ്മുടെ അന്ത്യം വരെ നമ്മെ പിന്തുടരും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സ്വർഗത്തിൽ കയറിയാൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ലോകമോഹങ്ങളിൽപ്പെട്ട് ലോകത്തിൻ്റെ സന്തോഷത്തിൽ ആയാൽ അവൻ നമ്മെ അവിടെ നിന്നും പുറത്തെടുക്കും. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഇനി ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അത് വിജയിക്കുകയില്ല. കാരണം അവിടെ കർത്താവ് ഓടിയെത്തും. സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ എവിടെ ചെന്ന് താമസിച്ചാലും അവിടെ നിന്നെ തേടി കർത്താവ് എത്തും എന്ന് തന്നെയാണ്. കാരണം നീ യഹോവയ്ക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. ഫ്രാൻസിസ് തോമസ് എന്നൊരു വ്യക്തി മെഡിക്കൽ ഡോക്ടറാണ്. ഉദാസീനത കൊണ്ട് പരാജയം സംഭവിച്ചു. മയക്കുമരുന്നിന് അടിമയായി. ജീവിതം അദ്ദേഹത്തിന് മടുത്തു. ലണ്ടനിൽ വെച്ച് അവന് സകലതും നഷ്ടമായി. അവസാനം ഗതികെട്ട് ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി നോക്കി. ലഭിക്കുന്ന പണമെല്ലാം മയക്കുമരുന്നിനായി ചിലവഴിച്ചു. അവൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അവനൊരു പോയം എഴുതി: യേശുവിനെ വിട്ട് ഞാൻ ഓടി, രാത്രിയുടെയും പകലിൻ്റെയും താഴ്വരയിലേക്ക് അവൻ്റെ വഴി വിട്ട് ഞാൻ ഓടി. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ഞാൻ അവനിൽ നിന്നും മറഞ്ഞു. യാദൃശ്യമായി ഈ പോയം ഒരു പത്രപ്രവർത്തകൻ്റെ കയ്യിൽ കിട്ടുകയും അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പോയം അനേകരുടെ കണ്ണ് തുറപ്പിച്ചു. തന്നെയുമല്ല,
അത് എഴുതിയ ഫ്രാൻസിസ് തോമസ് എന്ന വ്യക്തിയെ കർത്താവ് പിന്തുടർന്ന് പിടിക്കുക തന്നെ ചെയ്തു. ക്രൂശിലെ സ്നേഹം നമ്മെ പിന്തുടരുമ്പോൾ നാം അത് അലക്ഷ്യമാക്കരുത്. കാരണം നാം നശിക്കുന്നത് നമ്മുടെ കർത്താവിന് സഹിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ പാപത്തെ അവന് അംഗീകരിക്കുവാനും കഴിയുകയില്ല. നമ്മുടെ പരാജയത്തിൽ നിന്ന് ഫലമുളവാക്കുവാനും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നും അനുഗ്രഹം വരുത്തുവാനും തീ പോലെ ചുട്ടുപൊള്ളുന്ന പാറയിൽ നിന്ന് ദാഹജലം വരുത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അതെ, അവന് മാത്രമേ കഴിയുകയുള്ളൂ. ആകയാൽ ആ യേശുവിൻ്റെ പിന്നാലെ നമുക്ക് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഓടാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായി തീർന്നിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റിക്കൊടുക്കണമേ. കടഭാരത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് കടഭാരം മാറ്റിക്കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.